കൂട്ടം വാങ്ങിച്ചിട്ട് എന്താണ് തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ പോയപ്പോൾ വാങ്ങിച്ചത്. ഇപ്പോൾ പിടുത്തം കിട്ടിയോ എന്നാൽ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ തേൻ ഇതായിട്ട് കഴിക്കും. കുറേ നാളായിട്ട് തേൻ കഴിക്കാറുണ്ട്. അപ്പോൾ നല്ല തേന ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. നെക്ടർ ഹണി കണ്ടോളൂ. ഇതാണ് ശുദ്ധമായ തേനാണ് കേട്ടോ. ഇതേപ്പറ്റി പറയുകയാണെങ്കിൽ ഇതെൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇവരെ ചേട്ടനെ തുടങ്ങിയതാണ്. കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അതിലാണ് ഈ തേനീച്ച വളർത്തൽ തുടങ്ങിയത്. എൻ്റെ കുഞ്ഞുനാളിൽ ഇവർ ചേട്ടനിൽ നിന്നും ഓരോ കടലാസ് പെട്ടികളിങ്ങനെ തൂക്കിയിട്ട് അതിൽ തേനാണ് തൂക്കിയിട്ട് അവർ ബസ്സിൽ കയറും. അതുകൊണ്ട് എന്നിട്ട് ബസ്സിൽ കയറിയിട്ടാണ് ഇവർ അന്ന് കാലത്ത് ഇത് തുടങ്ങിയത്. ആദ്യമായിട്ട് തുടങ്ങിയത് ചേട്ടനും കൂടിയിട്ടാണ്. ഭാരത് ഹണി എന്നാണ് ഇതിന് പേരുണ്ടായിരുന്നത്. അവർ പറമ്പിലൊക്കെ തേനീച്ച വളർത്തലുണ്ടായിരുന്നവർക്ക്. അങ്ങനെ ഭാരത് ഹണി തുടങ്ങി അവരിപ്പോൾ നല്ല ഉയർന്ന നിലയിലായി. 1980 തുടങ്ങിയത് ഇത്. അപ്പോൾ അത്ര കൊല്ലം ബാക്കിലേക്കുള്ള ഒരു പാരമ്പര്യം ഉണ്ട് അവർക്ക്. അങ്ങനെ ഇപ്പോൾ അവർക്ക് വളരെ കാശായി, നല്ല ബിസിനസ് വളർന്നവരുടെ. അങ്ങനെ ഭാരത് ഹണി അനിയൻ്റെ പേര് അനിയനാണ് ഇത് കൊണ്ട് നടക്കുന്നത്. പിന്നെ ഇപ്പം ചേട്ടൻ തുടങ്ങിയിരിക്കുന്നതാണ് നെക്ടർ ഹണി. നല്ല ശുദ്ധമായ തേൻ കണ്ടോ. എനിക്ക് തേൻ കുറച്ച് ഭയങ്കര ഇഷ്ടമാണ്. തേൻ സ്ഥിരം കഴിക്കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടതാണ് തേൻ, നെയ്യ്, വെണ്ണ, അങ്ങനെയുള്ള പാൽ ഐറ്റംസൊക്കെ വളരെ ഇഷ്ടമാണ്. പിന്നെ ചിക്കൻ, മട്ടൻ അങ്ങനത്തെ ഒന്നും പിന്നെ കപ്പലണ്ടി, ചൂടുള്ള കപ്പലണ്ടി വറുത്തത്, പിന്നെ കാഷ്യൂനട്ട്, പിന്നെ ബദാം, അങ്ങനത്തെ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് കിട്ടിയാണ്. അങ്ങനെ ആരൊക്കെ എന്നെ പോലെ തേനൊക്കെ കഴിക്കാറുണ്ട് കമൻറ്റ് ചെയ്യൂ. അത് ശരി, ബൈ ബൈ.